ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ വചനചിന്ത, വൈകല്യങ്ങളെ മറികടക്കുവാൻ സഹായിക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എബേസിൻ്റെ അമ്മ അവനെ വ്യസനത്തോടുകൂടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്നർത്ഥമുള്ള എബേസ് എന്ന് പേരിട്ടു. തിരുവെഴുത്തിന് ഇപ്രകാരം പറയുന്നു: എബേസ് ദൈവത്തോട് അപേക്ഷിക്കുന്നു, ദൈവമേ, എൻ്റെ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിക്കണമെന്നും എബേസിൻ്റെ അതിരിനെ വിസ്താരമാക്കണമെന്നും ദൈവസന്നിധിയിൽ എബേസ് പ്രാർത്ഥിക്കുകയാണ്. എബേസിൻ്റെ ശരീരത്തിനകത്ത് ബലഹീനതകളുണ്ടാകാം. എന്നാൽ ആ ബലഹീനതകളൊന്നും താൻ കാണാതെ, ആ ബലഹീനതയൊന്നും താൻ വകവയ്ക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിക്കണമെന്നും എബേസിൻ്റെ അതിരിനെ വിസ്താരമാക്കണമെന്നും എബേസ് പ്രാർത്ഥിച്ചു. എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കും ഓരോ തരത്തിലുള്ള രോഗങ്ങളും വൈകല്യങ്ങളും ഒക്കെ കണ്ടേക്കാം. എബേസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. നാം അനുഭവിക്കുന്ന അനർത്ഥങ്ങൾ, വേദനകൾ, രോഗങ്ങൾ സകലതും വ്യസന കാരണമായി തീരാതെ വണ്ണം കാത്തു സൂക്ഷിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായും എബേസിനെ കാത്തു സൂക്ഷിച്ചതുപോലെ, എബേസിൻ്റെ അതിരിനെ വിസ്താരമാക്കിയതുപോലെ നമ്മെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ അതിരിനെ വിസ്താരമാക്കുവാനും ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. എബേസിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ എബേസിൻ്റെ തലമുറകളെ സ്വർഗ്ഗം മാനിച്ചു എന്ന് കാണപ്പെടുന്നുണ്ട്. ചരിത്ര പുസ്തകത്തിൽ പറയുന്നു, എബേസിൻ്റെ മക്കൾ സയൻറ്റിസ്റ്റായി മാറി, ശാസ്ത്രജ്ഞന്മാരായി മാറിയെന്ന്. അങ്ങനെയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, നമ്മുടെ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം നമ്മെ കാക്കുകയും നമ്മുടെ അതിരിനെ വിസ്താരമാക്കുകയും ചെയ്യുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ തലമുറകളെ സ്വർഗ്ഗം അനുഗ്രഹിക്കുവാനിടയാകും. നാളുകളായി നാം പ്രാർത്ഥിച്ച വിഷയം നാം മറന്നുപോയാലും തക്ക സമയമാകുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ദൈവം അതിൻ്റെ മറുപടി കൈമാറും. നാം നിരാശയോടുകൂടെ ആയിരിക്കുകയാണെങ്കിൽ ആ നിരാശപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് മറുപടി അയക്കും. ദൂതൻ സഖരിയാവിനോട് പറഞ്ഞു, സഖരിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതിൻ്റെ മറുപടി അവൻ്റെ കരങ്ങളിൽ കൊടുത്തതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയം ദൈവം നൽകും. ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കഷ്ടതയുടെ നടുവിലും കാത്തിരിക്കുവാൻ തയ്യാറാകണം. കൂരിരുളിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും നമ്മെ വഴി നടത്തുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. ഏത് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിലൂടെ നാം കടന്നു ചെന്നാലും യേശു എൻ്റെ കൂടെയുണ്ടെന്ന് ഉറക്കെ വിശ്വസിക്കണം, ഉറക്കെ വിളിച്ചു പറയണം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ ഭയപ്പെടില്ലെന്ന് പറയണം. എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കുമെന്ന് ഉറക്കെ പറയണം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറയണം. ദൃശ്യമായി അദൃശ്യമായി അനേകം ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ എൻ്റെ ദൈവത്തിൻ്റെ കരം നീട്ടി എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിളിച്ചു പറയണം. യെശയ്യാപ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. അതേ പ്രിയ ദൈവജനമേ, ബലഹീനമാകുന്ന സാഹചര്യങ്ങളിൽ വൈകല്യങ്ങളെ മറികടക്കുവാൻ സഹായിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവം തക്ക സമയം കരം നീട്ടി നമ്മെ രക്ഷിക്കും. ശത്രുക്കൾ കാണുകയെ മേശയൊരുക്കും. കൂടെയുള്ളവർ മാറ്റി നിർത്തിയാലും കൂട്ടുകാരൊക്കെയും വിരോധമായി പിറുപിറുത്താലും ശത്രുക്കൾ എത്ര വൻ സൈന്യമായി നിരന്നാലും നമ്മുടെ കൂടെയുള്ള യേശു വലിയവനായ ദൈവമാണ്. അതിനാൽ യാതൊരു അനർത്ഥത്തെയും യാതൊരു വൈകല്യങ്ങളെയും ഭയപ്പെടേണ്ട. എബേസിൻ്റെ പ്രാർത്ഥന കേട്ട് എബേസിൻ്റെ കഷ്ടതകളെ മാറ്റി
എബേസിന് വലിയൊരു വിശാലത നൽകി ദൈവം മാനിച്ചെങ്കിൽ നമ്മെ മാനിക്കുവാനും കർത്താവ് ശക്തനാണ്. വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. ഈ നാളുകളിൽ അതിനെ വിസ്താരമാക്കുന്ന ദൈവം കൂടെയുണ്ട്. വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും സ്വർഗ്ഗം മാനിക്കട്ടെ, ഇരട്ടി കൃപ നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.